ഇന്ന് നടന്ന റോയൽ റംബിൾ മാച്ചിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 റോയൽ റംബിൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വേറെ ലെവൽ ഷോ ആയിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. റോയൽ റംബിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വുമൺസ് റോയൽ റംബിൾ മാച്ചാണ് നടന്നത്. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് നമ്പർ 1-ൽ നറ്റാലിയ വന്നുകൊണ്ടാണ്. അപ്പോൾ നമ്പർ 2 ആയിട്ട് ആരാണ് വരിക എന്ന് നോക്കിയിരുന്നപ്പോൾ WWE വിട്ട് പോയ നയോമിയാണ് വീണ്ടും WWE തിരിച്ചു വന്നത്. അതിനുശേഷം മാച്ച് എല്ലാം ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 3-ാമത്തെ നമ്പറിൽ ബെയ്ലിയും 5-ാമത്തെ നമ്പറിൽ TNA നോക്കൌട്ട് ചാമ്പ്യൻ ജോർഡിൻ ഗ്രേസ് അവരുടെ ചാമ്പ്യൻഷിപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നയ ജാക്സ് വന്നുകൊണ്ട് ഒരുവിധം എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് എലിമിനേറ്റ് ചെയ്യുന്നതായിട്ടും അതേപോലെ ബെക്കി ലഞ്ച് വന്നുകൊണ്ടും നയ ജാക്സുമായിട്ട് ഫൈറ്റ് എല്ലാം ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തോടു കൂടി ജെഡ് കാർഗിലെ റിട്ടേൺ ചെയ്ത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ നയ ജാക്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നയ ജാക്സിനെ റോയൽ റംബിൾ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് ഇതോടുകൂടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി മാച്ചിന്റെ ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവ് മോർഗനാണ് 30-ാമത്തെ നമ്പറിൽ വന്നതിന് ശേഷവും അടിപൊളിയായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം ജെഡ് കാർഗിൽ, ലിവ് മോർഗൻ, ബെയ്ലി ഇവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നതായിട്ടും റിംഗ് സൈഡിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ ലിവ് മോർഗൻ ജെഡ് കാർഗിലിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്നതായിട്ടും അതേ സെക്കൻഡിൽ തന്നെ ബെയ്ലി ലിവ് മോർഗനെയും ചവിട്ടി താഴെയിട്ട് ഈ മാച്ചിൽ ബെയ്ലിയാണ് വിൻ ചെയ്ത് റെസൽമേനിയയിലെ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് ആഡ് ആയത്. അപ്പോൾ ബെയ്ലി ആരെ സെലക്ട് ചെയ്യുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഇയോ സ്കൈനെയാണ്. അങ്ങനെ 2023 വുമൺസ് റോയൽ റംബിൾ മാച്ച് ബെയ്ലി വിൻ ചെയ്തേക്കാണ്. ഇത് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യുക. പിന്നീട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മാച്ചാണ് സെക്കൻഡ് മാച്ചായിട്ട് നടന്നത്. അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഫാറ്റൽ 4-വേ മാച്ച്. ചാമ്പ്യനായ റോമൻ റെയിൻസ്, AJ സ്റ്റൈൽസ്, LA നൈറ്റ്, റാൻഡി ഓർട്ടൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വേറെ ലെവൽ മാച്ച് ആയിരുന്നു. 4 പേരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഒരു സംഭവം ഒഴികെ ബാക്കിയെല്ലാം ഈ മാച്ചിൽ സെറ്റാണ്. ആ സംഭവം മറ്റൊന്നുമല്ല, സോളോ സിക്കാവ് വന്നതാണ്. അതായത് മാച്ചിന്റെ അവസാനത്തോടു കൂടി മാറി മാറി ഫിനിഷർ എല്ലാം ചെയ്തുകൊണ്ട് മാച്ച് ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുപോയിരുന്നു. LA നൈറ്റ് BFT ചെയ്തു, റോമനെ റാൻഡി ഓർട്ടൻ RKO ചെയ്തു, AJ സ്റ്റൈൽസ് സ്റ്റൈൽ ക്ലാഷ് ചെയ്തു. ഇങ്ങനെ ഈ മാച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സോളോ സിക്കാവ് വന്നുകൊണ്ട് LA നൈറ്റിനെയോ റാൻഡി ഓർട്ടനെയോ റിംഗിൽ വെച്ച് സമോൺ സ്പൈക്ക് എല്ലാം ചെയ്തത്. പിന്നീട് AJ സ്റ്റൈൽസിനെ ബാരിക്കേഡിന്റെ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ AJ സ്റ്റൈൽസ് മാറി. അതിനുശേഷമാണ് റോമൻ റെയിൻസിനെ AJ സ്റ്റൈൽസ് ഫെനാമിനൽ ഫോറം ചെയ്തത്. അങ്ങനെ തന്നെ റോമൻ റെയിൻസ് ഇവരുടെ മേലേക്ക് വീഴും, LA നൈറ്റ് ആൻഡ് റാൻഡി ഓർട്ടൻ. പിന്നീട് AJ സ്റ്റൈൽസ് ഇവരെ 3 പേരെയും ഒരുമിച്ച് പിൻ ചെയ്യുമ്പോൾ LA നൈറ്റും റാൻഡി ഓർട്ടനും അത് കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ റോമൻ റെയിൻസ് AJ സ്റ്റൈൽസിനെ സ്പിയർ ചെയ്തുകൊണ്ട് റോമൻ റെയിൻസ് ആണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ മാച്ചിന്റെ ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലായിട്ടുണ്ട്. ആ സോളോ സിക്കാവ് എന്ന സംഭവം മാത്രം ഒഴിവാക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാച്ച് ആയിരുന്നു ഇത്. എന്തായാലും മാച്ച് സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ സോളോ സിക്കാവിടെ ആ സംഭവം വേണ്ട എന്ന് തോന്നിപ്പോയി. കാരണം ഇത് ഫാറ്റൽ 4-വേ മാച്ച് ആയതുകൊണ്ട് റോമന് സിമ്പിൾ ആയിട്ട് ജയിക്കാൻ സാധിക്കുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ചാമ്പ്യനായ ലോഗൻ പോൾ വേഴ്സസ് കെവിൻ ഓവൻസ്. അപ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ചായിരുന്നു. 2 പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിന്റെ ക്ലൈമാക്സിൽ ലോഗൻ പോളിന്റെ ഒരു ഫ്രണ്ട് വരും, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ WWE ഒഫീഷ്യൽസ് അവിടെ വന്നുകൊണ്ട് അതിന് സമ്മതിച്ചില്ല. അതേസമയം ഗ്രേസൺ വാലറും ആസ്റ്റിൻ തിയറിയും വന്ന് ഇടപെടുന്നതായിട്ടും ആസ്റ്റിൻ തിയറി ആ ഒരു വളയെല്ലാം വാങ്ങിക്കൊണ്ട് ലോഗൻ പോളിന് കൊടുത്തു. ലോഗൻ പോൾ അത് വെച്ച് കെവിൻ ഓവൻസിനെ പഞ്ച് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. കെവിൻ ഓവൻസ് അത് വാങ്ങി ലോഗൻ പോളിനെ തിരിച്ച് പഞ്ച് ചെയ്ത് ലോഗൻ പോളിനെ പിൻ ചെയ്ത് പിന്നീട് വിൻ ചെയ്ത് US ചാമ്പ്യൻ ആയി എന്നാണ് വിചാരിച്ചത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ റെഫറി അത് കയ്യിൽ കണ്ടതുകൊണ്ട് ആ മാച്ച് ലോഗൻ പോൾ വിൻ ചെയ്തു എന്ന് പറഞ്ഞു. അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം ലോഗൻ പോൾ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. ഇത് കണ്ട് ദേഷ്യം വന്ന കെവിൻ ഓവൻസ് ലോഗൻ പോളിനെ ടേബിളിന്റെ മുകളിലേക്ക്, അതായത് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ഒരു പവർ ബം ഫിനിഷർ ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോയിരുന്നു. അപ്പോൾ ഈ മാച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഈ മാച്ചിന്റെ റിസൾട്ടും നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റൊന്നുമല്ല, കെവിൻ ഓവൻസിനെ ക്ലീനായി തോൽപ്പിച്ചില്ലല്ലോ, അത് തന്നെ സന്തോഷം. പിന്നീട് മെൻസ് റോയൽ റംബിൾ മാച്ചാണ് മെയിൻ ഇവന്റായി നടന്നത്. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് ജെയുസോയാണ്. ജെയുസോ വന്നതിന് ശേഷം ആരാണ് വരിക എന്ന് നമ്മൾ നോക്കിയിരുന്നപ്പോൾ നമ്പർ 2-ൽ ജിമ്മി ഉസോ വന്നുകൊണ്ട് ബ്രദർ വേഴ്സസ് ബ്രദർ ഇങ്ങനെയാണ് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതെല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഈ ഒരു മാച്ചിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു WWE-യിൽ. അതുകൂടാതെ NXT-യിൽ നിന്നും ബ്രോൺ ബ്രേക്കർ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ചിന്റെ മൊത്തത്തിൽ വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കെരിൻ ക്രോസ് എല്ലാം വന്നുകൊണ്ട്
ചില റെസ്ലേഴ്സിനെ എല്ലാം എലിമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. പിന്നീട് ബോബി ലാഷ്ലി നമ്പർ 11 വന്നുകൊണ്ട് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു. അതായത് കെവിൻ ക്രോസിനെ ബോബി ലാഷ്ലി എലിമിനേറ്റ് ചെയ്തു. പകരം ബോബി ലാഷ്ലിയെ കെവിൻ ക്രോസ് റിങ്ങിന് പുറത്ത് നിന്നുകൊണ്ട് താഴേക്ക് വലിച്ചിട്ട് എലിമിനേറ്റ് ചെയ്തു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തു. പിന്നീട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സും AOPയും തമ്മിൽ ഫൈറ്റ് എല്ലാം ചെയ്യുന്നതായിട്ടും ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. ഈ മാച്ചിന്റെ ക്ലൈമാക്സിൽ വന്നത് കോഡി റോഡ്സ്, ഡ്രൂ മാക്കൻഡയർ, ഗുന്തർ ആൻഡ് CM പങ്ക് ഇവരാണ് ഈ മാച്ചിന്റെ ക്ലൈമാക്സിൽ വന്നത്. ഇവര് 4 പേരും വന്നുകൊണ്ട് വേറെ ലെവലായിട്ടാണ് ഈ മാച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അതായത് ഡ്രൂ മാക്കൻഡയർ ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലൈമാക്സിക്കെല്ലാം മാറി മാറി ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. CM പങ്ക്, കോഡി റോഡ്സ്, ഗുന്തർ ഇവരെ അതുപോലെ CM പങ്കും ഡ്രൂ മാക്കൻഡയറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും ഈ മാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവര് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ആ സമയത്ത് CM പങ്ക് ഡ്രൂ മാക്കൻഡയറെ ഗോ ടു സ്ലീപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഡ്രൂ മാക്കൻഡയർ റോപ്പിൽ പിടിച്ച് എസ്കേപ്പ് ആകാൻ നോക്കുന്നതായിട്ടും അടുത്ത സെക്കൻഡിൽ തന്നെ CM പങ്ക് ഡ്രൂ മാക്കൻഡയറെ ഇങ്ങനെ താഴേക്ക് ഇട്ടുകൊണ്ട് ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. ഡ്രൂ മാക്കൻഡയർ വരെ ഷോക്കായി നിൽക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഗന്തറും കോഡി റോഡ്സും കൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ കോഡി റോഡ്സ് ഗന്തറിനെ വീണ്ടും ഈ മാച്ചിൽ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യവും കോഡി റോഡ്സ് ആണ് ഗന്തറിനെ റോയൽ റംബിൾ മാച്ചിൽ എലിമിനേറ്റ് ചെയ്തത്. ജെയ്സയാണ് ഗന്തറിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഗന്തർ ജെയ്സനെ മുൻപേ തന്നെ എലിമിനേറ്റ് ചെയ്ത് ഇവരുടെ സ്റ്റോറിയും സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കോഡി റോഡ്സും CM പങ്കുമാണ് ക്ലൈമാക്സിൽ വന്നത്. ഇവര് രണ്ടുപേരും വന്നപ്പോൾ തന്നെ വേറെ ലെവലായിരുന്നു. അതായത് രോമാഞ്ചം വന്ന മാച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അജാതി പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും. ഫാൻ സപ്പോർട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. രണ്ടുപേർക്കും വേറെ ലെവൽ സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. കോഡി റോഡ്സ് CM പങ്കിനെ ക്രോസ് റോഡ്സ് അടിച്ചു. അതുപോലെ CM പങ്ക് പിടികിരി കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഞാൻ 10 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നത് റോഡ്സിന്റെ മകന്റെ കൂടെ തോൽക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നതായിട്ടും വീണ്ടും കോഡി റോഡ്സിനെ ഗോ ടു സ്ലീപ്പ് ചെയ്യാൻ നോക്കും. കോഡി റോഡ്സ് റിവേഴ്സ് ചെയ്തുകൊണ്ട് CM പങ്കിനെ എലിമിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ മാച്ചിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം കോഡി റോഡ്സ് ആണ് 2024 റോയൽ റംബിൾ മാച്ചും വിൻ ചെയ്തത്. അപ്പോൾ കോഡി റോഡ്സ് വിൻ ചെയ്തതിന് ശേഷം റോമനെയാണ് അപ്പോൾ തന്നെ സെലക്ട് ചെയ്തത്. അടുപ്പിച്ച് 2 റോയൽ റംബിൾ വിൻ ചെയ്ത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിന്റെ ഒപ്പം എത്തിയേക്കാണ് കോഡി റോഡ്സ്. അപ്പോൾ ഈ റിസൾട്ട് എല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത്. എല്ലാവരും CM പങ്ക് വിൻ ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കോഡി റോഡ്സിന് തന്നെ വിൻ ചെയ്യിപ്പിച്ച് ആ ഒരു സ്റ്റോറി അവസാനിപ്പിക്കാനായിരിക്കാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. CM പങ്ക് വേഴ്സസ് സെത്ത് റോളൻസ് മാച്ച് എന്തായാലും റസൽമേനിയയിൽ ഉണ്ടാകും. അപ്പോൾ എലിമിനേഷൻ ചേംബർ CM പങ്ക് കൊണ്ടുപോകാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് റോയൽ റംബിളിൽ നടന്നത്. കോഡി റോഡ്സ് വിൻ ചെയ്തതിൽ വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മാച്ചിൽ കോഡി റോഡ്സ് വിൻ ചെയ്തത്. ഒരുപാട് ടൈം ഈ മാച്ചിൽ കോഡി റോഡ്സ് ഫൈറ്റും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോഡി വേഴ്സസ് റോമൻ റസൽമേനിയ മെയിൻ ഇവന്റ് നൈറ്റ് 2 നമ്മൾക്ക് കാണാം. പിന്നെ റോയൽ റംബിൾ മാച്ചിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞപ്പോൾ ഒരുവിധ റെസ്ലേഴ്സിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് റോയൽ റംബിൾ നിങ്ങൾ കണ്ടു നോക്കുക. റിപ്പീറ്റ് രാത്രി 8 മണിക്ക് ഉണ്ടാകും. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.